നമ്മളിപ്പോൾ മധുരയിലേക്കൊരു 49 കിലോമീറ്റർ കൂടി ഉണ്ട്. മധുര ഡിണ്ടിഗൽ വെല്ലോട് മധുരൈ റോഡിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ. ഹലോ എവരിവൺ, ദിസ് ഈസ് സൂരജ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ധനുഷ്കോടിലേക്ക് ഒരു ട്രാവൽ വീഡിയോ ആണ്. ഇപ്പോൾ സമയം ഏകദേശം 3:20. ഞാനിപ്പോൾ എൻ്റെ നാട് ഇരിഞ്ഞാലക്കുടയിലാണുള്ളത്. ഞാനിപ്പോൾ പോട്ടയിലേക്കാണ് പോകുന്നത്. കാരണം അവിടെ 2 ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോട്ടയിൽ എത്തിയിട്ടൊന്ന് കാണാം. ഞങ്ങളിപ്പോൾ പോട്ടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോട്ടയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ പൊള്ളാച്ചിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോട്ടയിൽ ചെറിയൊരു ദിവസം കിട്ടി. അതായത് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്രോൾ അടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ഓവർഫ്ലോ ആയി പെട്രോൾ. അപ്പോൾ കുറച്ച് നേരം അവിടെ ലാഗ് വന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ വീണ്ടും പൊള്ളാച്ചിലേക്ക് മൂവ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ നമ്മുടെ പൊള്ളാച്ചി പഴഞ്ഞ റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഞാൻ ഈ റൈഡിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ പറഞ്ഞുതരാം. ഈ ധനുഷ്കോടി റൈഡ് ഞാൻ ആക്ച്വലി എൻ്റെ 19th ബർത്ത്ഡേക്ക് വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. നിങ്ങൾ എൻ്റെ വാൽപ്പാറ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഞാൻ ധനുഷ്കോടി എന്ന് പറഞ്ഞില്ല. വേറൊരു സ്ഥലത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്തിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്ഥലമാണ് ധനുഷ്കോടി. അപ്പോൾ കുറച്ച് നാളായിട്ട് മനസ്സിലുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇതിനൊരു അവസരം കിട്ടുന്നത്. ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. മിനിമം ഒരു 6 ഇൻഡർസ്റ്റേറ്റ് ട്രാവലിംഗിലും ചെയ്യണമെന്ന്. അപ്പോൾ അതിലത്തെ ഫസ്റ്റാണ് ധനുഷ്കോടി. നമ്മളിപ്പോൾ മധുരയിലേക്കൊരു 49 കിലോമീറ്റർ കൂടി ഉണ്ട്. ഡിണ്ടിഗൽ വെല്ലോട് മധുരൈ റോഡിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ. ഇപ്പോൾ സമയം ഏകദേശം 9:41 ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും നിർത്തണം. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. അവിടെ ആര്യ നിവാസം ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ കയറാൻ മേടിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റോഡിൽ തന്നെയാണ്. അവിടെ കുറച്ചും കൂടി നീങ്ങിയുള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് ഒരു 170 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മുടെ പമ്പൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ നിർത്തിയല്ലോ ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലം, അവിടെ തൊട്ട് ഒരു രാമേശ്വരം എത്തണ വരെ തന്നെ ഓൾമോസ്റ്റ് സ്ട്രൈറ്റ് റോഡ്, അതുപോലെ തന്നെ അടിപൊളി റോഡ്, ഒരു രക്ഷയില്ല. നമുക്ക് ശരിക്കും ഒരു 100 മേലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റേ സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. വേറെ നമുക്ക് ഒന്നും നോക്കാനില്ല. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധ സ്ഥലങ്ങളിലൊന്നും കടകളൊന്നും നമുക്ക് കാണാനുണ്ടാവില്ല. സ്ട്രൈറ്റ് റോഡായിരിക്കും. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് ഒരു രക്ഷയുണ്ടായില്ല. അടിപൊളി ചൂടായിരുന്നു. ശരിക്കും വയ്യാണ്ടായി എന്ന് പറയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വെള്ളം കുടിച്ച് ബ്രേക്ക് എടുത്താണ് എന്നിട്ട് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ഞങ്ങളുള്ളത് നമ്മുടെ മണ്ഡപം എന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ലൈനിലുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രിഡ്ജ്, പമ്പൻ ബ്രിഡ്ജ്, രാമേശ്വരം ഐലൻഡിലേക്ക് കണക്ട് ചെയ്യണത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബ്രിഡ്ജ് അപ്രോച്ച് ചെയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആക്ച്വലി 2 ബ്രിഡ്ജാണുള്ളത്. ഒരെണ്ണം റെയിൽവേ ബ്രിഡ്ജും ഒരെണ്ണം റോഡ് ബ്രിഡ്ജും. റോഡ് ബ്രിഡ്ജിന് വേറൊരു പേരും കൂടിയുണ്ട്, ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജ് എന്നും കൂടി പേരുണ്ട്. അതുപോലെ മറ്റേതാണ് നമ്മുടെ പമ്പൻ ബ്രിഡ്ജ്. പമ്പൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1914 അത് ഓപ്പൺ ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജാണത്. അതായത് നമ്മുടെ ഇന്ത്യൻ മെയിൻലാൻഡും അതുപോലെ തന്നെ രാമേശ്വരം ഐലൻഡായിട്ട് കണക്ട് ചെയ്യണത്. ഈ 2 ബ്രിഡ്ജും ആക്ച്വലി പാരലാണ്. റെയിൽവേ ബ്രിഡ്ജ് കുറച്ചധികം താഴ്ന്നിട്ടാന്ന് മാത്രം. ഈ സീ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മിഡിലായിട്ട് ഓപ്പണിംഗ് ഉണ്ട്. അതായത് നമ്മുടെ ഈ ഷിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ കടന്നു പോകാനായിട്ടുള്ള ഒരു ഓപ്പണിംഗ്. അതായത് ഷിപ്പൊക്കെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലിഫ്റ്റ് ചെയ്യും മുകളിലേക്ക്. അപ്പോൾ ഷിപ്പിൻ്റെ അതിലാണ് കടന്നു പോകാം അപ്പുറത്തെ സൈഡിലേക്ക്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ആക്ച്വലി നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു.
അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി പുറത്തിറങ്ങി ഫുഡ് കഴിച്ച് പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ആളുടെ വീട്ടിൽ കയറി ആളുടെ ബുക്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ ആളുടെ വീട്ടിൽ നമുക്ക് ഏകദേശം ഒരു മ്യൂസിയം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൾ യൂസ് ചെയ്തിരുന്ന ബുക്സ് ആൾക്ക് കിട്ടിയ അവാർഡുകൾ യൂണിഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കയറി കണ്ടു. അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലോഡഡ് ആയിരുന്നില്ല, ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കണില്ല അവർ. പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു. പിന്നെ രാത്രി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് രാമേശ്വരം കറങ്ങാനായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തിറങ്ങി. ആക്ച്വലി നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നേരത്തെ എണീറ്റ് ധനുഷ്കോടി പോയി സൺറൈസ് കാണണമെന്നായിരുന്നു. പക്ഷേ അലാറം അടിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ ആരും എണീറ്റില്ല. ഞങ്ങൾ അവിടെ എണീറ്റപ്പോൾ ഓൾമോസ്റ്റ് 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എണീറ്റ് പെട്ടെന്ന് തന്നെ ധനുഷ്കോടിയിലേക്ക് ഇറങ്ങായി. രാമേശ്വരം സെൻറ്ററിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് ഏകദേശം ഒരു 19 കിലോമീറ്ററോളം ഉണ്ട്. അതിൽ ഒരു ഭൂരിഭാഗം റോഡും സ്ട്രൈറ്റ് തന്നെയാണ്. ഈ ധനുഷ്കോടിക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ഗോസ്റ്റ് ടൗൺ എന്ന് കൂടി വിളിക്കാറുണ്ട് ധനുഷ്കോടിനെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1964 ഒരു സൈക്ലോൺ ഹിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ആ സ്ഥലത്തിന് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെ പ്രോപ്പറായിട്ട് ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈയോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം, നമുക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വീടുകളുടെയും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. രാമേശ്വരത്ത് നിന്ന് നമ്മൾ കുറച്ച് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്തോറും നമ്മുടെ സൈഡിലുള്ള ലാൻഡ് മാർക്ക് ചെറുതായിക്കൊണ്ടിരിക്കുകയായിരിക്കും. 2 സൈഡിലും കടലാണ്. നമുക്കൊരു സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരയടിക്കുന്ന കടലാണെങ്കിൽ മറ്റേ സൈഡിൽ ശാന്തമായ കടലായിരിക്കും. നേരത്തെ കണ്ട സ്ഥലത്ത് നമ്മുടെ റോഡ് അവസാനിച്ചു. അപ്പോൾ നമുക്ക് അവിടെ സൈഡിൽ നമുക്ക് വണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബീച്ചിലേക്ക് ഇറങ്ങാം. കുറച്ച് ടൈം ധനുഷ്കോടി ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി. അവിടെ തിരിച്ചു പോകുന്ന വഴിയിലാണ് ധനുഷ്കോടി ഓൾഡ് ചർച്ച്. ആ ചർച്ചിൻ്റെ അവിടുത്തെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിന് ചുറ്റും കുറച്ച് കടകളുണ്ട്. അതായത് ഈ നമ്മുടെ ഈ ഷെൽസൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അവരിൽ നിന്നൊക്കെ ഒറിജിനൽ പ്രൊഡക്ട്സ് നമുക്ക് എന്താ പറയുക നല്ല വില കുറവിന് തന്നെ അവിടെ നിന്ന് കിട്ടും നമുക്ക്. അങ്ങനെ ധനുഷ്കോടി കറക്കൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ രാമേശ്വരം വന്നു. നേരെ ഞങ്ങൾ റൂമിൽ പോയി അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ അതിനുശേഷം ഞങ്ങളിപ്പോൾ തിരിക്കുകയാണ്. ഇപ്പോൾ രാമേശ്വരത്ത് തിരിച്ചു പോവുകയാണ് ഞങ്ങളിപ്പോൾ. ധനുഷ്കോടിയും രാമേശ്വരമൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് വൺസെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ധനുഷ്കോടി നമുക്ക് ആക്ച്വലി ഒരു ദിവസം കൊണ്ട് കാണാമെന്നുണ്ടെങ്കിലും രാമേശ്വരം നമുക്കൊന്ന് കറങ്ങണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1-2 ദിവസമെങ്കിലും നമ്മൾ അവിടെ നിന്ന് കാരണം അതിനുള്ളതുണ്ട്. ധനുഷ്കോടി ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ദിവസം വേണമെങ്കിൽ പോയി വരാം, അതിനുള്ളതുള്ളൂ ധനുഷ്കോടി. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീണ്ടും രാമേശ്വരത്തിലേക്ക് ഒരു റൈഡ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.